എൻ്റെ സെൽഫിലി ഞാനൊരു മുസ്ലിം പള്ളിയിൽ കയറണം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ക്രിസ്ത്യൻ പിന്നെ അങ്ങനെ ഒരു ഇതില്ലെന്ന് പറയാം. അത് എനിക്കിപ്പം എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് തോന്നിയാൽ അതെന്തിനാണ് അങ്ങനെ ഒരു പ്രായപരിധിയൊക്കെ നിശ്ചയിച്ച് അങ്ങനെ ഒരു അശുദ്ധി എന്ന രീതിയിലൊക്കെ സ്ത്രീയുടെ ബോഡിയെ എന്തിനാണ് അങ്ങനെയൊക്കെ ചൂസ് ചെയ്യുന്നത്? ഇപ്പം ഖുർആന്റെ കാര്യത്തിൽ പോലും നമ്മളിപ്പോൾ പീരീഡ്സ് ആയിരിക്കുമ്പോൾ ചെയ്യരുത്, അത് രാമായണം തുടരുത്, അല്ലെങ്കിൽ പൂജ ഹാളിൽ കയറരുത്, ഖുർആൻ തുടരുത്, ഇതിനോടൊന്നും എനിക്ക് അംഗീകരിക്കാം. കാരണം സ്ത്രീയുടെ ശരീരം എപ്പോഴും പുണ്യമാണമ്മ. എന്നെ സംബന്ധിച്ചിട്ട് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളെ ശരീരത്തിന് ശുദ്ധി ഇല്ലെന്ന്. ഒരു ദൈവവും പറയത്തില്ല. അത് ചലഞ്ച് ചെയ്യാം. ഇത് സമൂഹത്തിൽ നിൽക്കുന്ന കുറെ മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ സിസ്റ്റമാറ്റിക്കൽ സാധനങ്ങൾ. അതൊക്കെ ദൈവത്തിന് എല്ലായിടത്തും ഇവിടെ ഇരുന്ന് നമ്മൾ അമ്പലത്തിൽ പോലും പോയില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ദൈവമേന്ന് വിളിച്ചാലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് പ്രേ ചെയ്താൽ മതി, ദൈവം വരും എന്ന് വിശ്വാസം ഉണ്ടല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ചാൽ മതിയാവുള്ളൂ. എന്തിനെ ശബരിമല പോകണം, ഇങ്ങനത്തെ സീനൊക്കെ ക്രിയേറ്റ് ചെയ്യണം? എന്തിനാ ഈ പ്രശ്നങ്ങൾ? അവർക്ക് ഇഷ്ടമുണ്ട്, അവർ പോയി, അവർക്ക് അവരുടെ ഇഷ്ടമാണത്. എനിക്ക് തടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാനാണ് ചെയ്തതെങ്കിൽ ഇതിപ്പോൾ ഈ ചോദ്യത്തിനകത്ത് പ്രസക്തിയുണ്ട്. ഞാൻ പറയുന്നത് ഞാനിതിനെ അനുകൂലിക്കുന്നു എന്ന് മാത്രമാണ്, ഞാൻ ചെയ്യില്ല. അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. പലരും ഈ അടുത്ത സമയത്ത് ഈ കാല് കഴുകിയ വിഷയത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്തതിന് എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ അത് ചെയ്യുമോ എന്നാണ്. ഞാൻ ചെയ്യുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് അയാൾ ചെയ്തു, അതിന് ഞാൻ സപ്പോർട്ട് ചെയ്തു. എനിക്കതിനകത്ത് റിജക്ഷൻ ഇല്ല. എനിക്ക് പക്ഷേ പറ്റില്ല. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. ഇപ്പം ഞാൻ ചിലപ്പോൾ ചെയ്യുമ്പോൾ അമ്മയും പറയും ഇല്ല മക്കളെ അത് ചെയ്യരുതെന്ന് പറയും. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരികൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യണ്ട. പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇതിനകത്ത് ഞാനത് സപ്പോർട്ടാണ്. അത്രയേ ഉള്ളൂ. ദിയ, ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്, അത് നിനക്കറിയാം, നീ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിത് എപ്പോഴും നിൻ്റെ അടുത്ത് ചോദിച്ചില്ല, നീ എങ്ങനെയാണ് ഫസ്റ്റ് കമ്മ്യൂണിറ്റി സാർന്ന മക്കളെ മീറ്റ് ചെയ്തത്? പിന്നെ അവരുടെ അടുത്ത് നിനക്ക് എന്താ ഇഷ്ടപ്പെട്ടു? എന്തിനാ അവർക്ക് നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? വീട് വിട്ടിറങ്ങിയ സമയത്ത് ഞാൻ ശരിക്കും തെരുവിൽ കിടന്നിട്ടുണ്ട്. ഞാൻ മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ റോഡിൽ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയും ഇടയിലൊക്കെ ഇങ്ങനെ കിടന്നിട്ടുണ്ട്. പല ദിവസങ്ങൾ, 5-6ഓളം ദിവസങ്ങൾ ഞാൻ കണ്ടിന്യൂ കിടന്നിട്ടുണ്ട്. കാരണം എൻ്റെ വീട് വിട്ടിറങ്ങിയ സാഹചര്യത്തിൽ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഫോൺ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇവിടുത്തെ സിസ്റ്റത്തിനെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു. ഒരു 500 രൂപ എടുത്ത് മോഷ്ടിച്ച് കൊണ്ടുവരുന്നതാണ് ഞാൻ അവിടെ വീട്ടിൽ നിന്ന്. ഞാൻ അവിടെ നിന്നാണ് ഇവിടെ ഇറങ്ങി വരുന്നത്. ആ സമയത്ത് എൻ്റെ ചുറ്റിലും കിടന്ന കുറേ പ്രായമായ ആളുകൾ ആരും അറിയാതിരിക്കാൻ വേണ്ടി കരിവാരി തേച്ചതും ഇതൊക്കെ ഞാൻ നല്ല രീതിയിൽ എൻ്റെ പാസ്റ്റിലെ ഞാൻ ആലോചിക്കുന്ന കാര്യങ്ങളാണ്. ആ സമയത്തൊക്കെ പണ്ട് മുതലേ ഇതുപോലുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ ഭയങ്കര പാമ്പറിങ് ആയിട്ട്, ഭയങ്കര സ്നേഹത്തോടെ, ഭയങ്കര കെയർ ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവരാരും തന്നെ സ്നേഹിക്കാനില്ല, പിന്നെയും നമ്മളാരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അതായത് എന്നെ കാട്ടിലും പ്രശ്നമുള്ള മനുഷ്യരുടെ അനുഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രശ്നത്തെ ഞാൻ സമാധാനിപ്പിച്ച് റിലാക്സ് ആവുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയ മനുഷ്യരാണ് ട്രാൻസ്ജെൻഡേഴ്സ് മനുഷ്യർ. കാരണം എൻ്റെ വിഷയങ്ങളെ കാട്ടിലും പ്രശ്നമാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ. അവർ വീട് വിട്ട് ഇറങ്ങുന്നത്, അവരുടെ ജെൻഡർ സെക്ഷുവാലിറ്റി ഇഷ്യൂസുകൾ, അവർ ലൈഫിൽ അനുഭവിക്കുന്ന സാധനങ്ങൾ, അവർക്ക് ജോലിയില്ലാതെ അവർ തെരുവിൽ സെക്സ് വർക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി അത്രത്തോളം ഗതികേടൊന്നും നമ്മളെ ലൈഫിൽ ഇല്ലല്ലോ എന്ന് മനസ്സിലാക്കി. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ കിട്ടുന്നു, ഒരു സ്ത്രീ ആയതുകൊണ്ടോ പുരുഷനായതുകൊണ്ടോ വീട്ടുജോലി ആയാലും പോലും നമുക്ക് കിട്ടുന്നു. പക്ഷെ അവർക്ക് അതുപോലും കിട്ടുന്നില്ല. ആ സാഹചര്യത്തിൽ അവരനുഭവിച്ചിരുന്ന സ്ട്രഗിളിംഗ് ഒക്കെ കണ്ടാണ് എനിക്ക് അവരുടെ ഇടയിലേക്ക് ജീവിക്കാനും അവരുടെ ഇടയിലേക്ക് ചെല്ലാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും എൻ്റെ പ്രശ്നങ്ങളെ മറക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ഒരു ആയുധമായിട്ടാണ് ആദ്യം മുതൽ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ പോകെ എൻ്റെ ജീവിതത്തിൽ അതൊരു പാട്ടായി. ഇന്നിപ്പോൾ ഉണ്ണുന്നതായാലും ഉറങ്ങുന്നതായാലും അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചാലും എത്ര മനുഷ്യർ വന്നില്ലെങ്കിലും എങ്ങനെ പോയാലും അറൗണ്ട് ഒരു 1500 കമ്മ്യൂണിറ്റീസ് എങ്കിലും എൻ്റെ ചുറ്റിലും ഉണ്ടാകുന്നു. അത് പറയുന്നത് പോലെയാണ് എൻ്റെ ഒരു കാര്യം. ഞാൻ മരണപ്പെട്ടാലും എൻ്റെ നാട്ടിലുള്ള ഓരോ മനുഷ്യരോ എൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഏതെങ്കിലും 10 കമ്മ്യൂണിറ്റീസ് വന്ന് എൻ്റെ അടുത്തോണ്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയും വിശ്വാസമാണ് എനിക്കുള്ളത് അവരുടെ അടുത്ത്. അങ്ങനെയാണ് ഞാൻ എനിക്കും അങ്ങനെ തന്നെയാണ്. അത് വന്നതിന് ശേഷമാണ് പിന്നെ ലെസ്ബിയൻസ്, ഗേ, ബൈസെക്ഷുവൽ, ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് ആയിട്ടുള്ള മനുഷ്യരൊക്കെ ഉണ്ടെന്നും എല്ലാ വ്യത്യസ്തതകളെയും ഞാൻ അറിഞ്ഞതും മനസ്സിലാക്കി. ഓക്കെ, പക്ഷേ ഇവർക്ക് സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണല്ലോ നിന്നെ എല്ലാവരും കുറേ പേര് ഹാരസ് ചെയ്ത് റേപ്പ് അറ്റംപ്റ്റ് ചെയ്യാൻ വന്നത്. അവരെന്താ വിചാരിച്ചത്, നീ ട്രാൻസ്ജെൻഡർ ആണ്? പിന്നെ എങ്ങനെയാ അവിടെ നിന്ന്
തപ്പിയത്? എനിക്കിപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വന്നതിന് ശേഷം ലോട്ട് ഓഫ് സ്റ്റോറീസ് ഇരിക്കും. എനിക്ക് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്നുള്ള അനുഭവങ്ങളും എനിക്ക് പ്രശ്നങ്ങളായിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയുടെ പുറത്ത് അവരെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലും എനിക്ക് അനുഭവങ്ങളായിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈസിസിൽ പെടുന്ന കുട്ടികൾ ഉണ്ടാവും. രാത്രി കാലങ്ങളിൽ ഇപ്പോൾ എറണാകുളത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും പല ജില്ലകളിലും ക്രൈസിസിൽ പെടുന്ന കമ്മ്യൂണിറ്റികൾ ഉണ്ടാവും. രാത്രി കാലങ്ങളിൽ സെക്സ് വർക്കിന് നിൽക്കുന്നവർ, അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചിലപ്പം പൈസ കൊടുക്കാതെയൊക്കെ പോവും, സെക്സൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ അടിയുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ ഈ കുട്ടികളെ ഉപദ്രവിക്കുകയോ ആരെങ്കിലും തലയടിച്ച് പൊട്ടിച്ചോ കൈയടിച്ചൊടിച്ചോ കാലടിച്ചൊടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു വിഷയം അറിയുമ്പോൾ ഓടിച്ചെല്ലും ഞാൻ. ആ ഓടിച്ചെല്ലുമ്പോൾ ആളുകളൊക്കെ കൂടി നിൽക്കുമായിരിക്കും. സത്യസന്ധമായിട്ട് പറയാം, ആളുകൾ കൂടിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആ രാത്രിയിൽ 1 മണിക്ക് 2 മണിക്കൊക്കെ ഈ വണ്ടി എടുത്തുകൊണ്ട് ചെല്ലുന്നതുകൊണ്ട് തന്നെ ഞാൻ കമ്മ്യൂണിറ്റിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവൾ ഒരു പതിവ്രത വന്നേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയൊക്കെ കയറി വെറുതെ ഒക്കെ അങ്ങ് കയറി അങ്ങ് പിടിക്കുമമ്മ. വെറുതെ ഒക്കെ കയറി പിടിക്കുക, ചുമ്മാ നടക്കുമ്പോഴത്തേക്കൊക്കെ ഇടുപ്പിലൊക്കെ പിടിക്കുക, വെറുതെ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പിടിക്കുക, അബ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങൾ സംസാരിക്കുക. എന്നോട് തന്നെ പറയും പാലാരിവട്ടം പാലത്തിൻ്റെ അടിയിലും അവിടെയൊക്കെ അവൾക്ക് നിൽക്കാൻ പറ്റും, ഞങ്ങളൊന്ന് തൊട്ടപ്പോൾ അവൾക്ക് അങ്ങ് പൊള്ളിപ്പോയി, ഇങ്ങനെയൊക്കെ അങ്ങ് പറയും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് കമ്മ്യൂണിറ്റി ആണെന്ന് കരുതിക്കൊണ്ട് ചെയ്യണതാണ്. അപ്പം കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ പിടിക്കാനുള്ള ഒരു ആയുധമാണെന്ന് ജനങ്ങളങ്ങ് വിലയിരുത്തി വെച്ചിരിക്കുക. ആരൊക്കെയോ വിലയിരുത്തി വെച്ചിരിക്കുക. അതായത് കമ്മ്യൂണിറ്റി എന്നാൽ പിടിക്കാം, അവരെന്ത് ചെയ്യാം. അപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് ഓരോ ദിവസവും കൺസെൻ്റ് ഇല്ലാത്ത സെക്ഷുവൽ റേപ്പും കൺസെൻ്റ് ഇല്ലാത്ത പിടിയും വലിയൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്ട്രഗിളിങ് ആയിട്ട് നടക്കണം എന്നുള്ളത്. അത് ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ പലയിടത്തും എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ഞാൻ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിന്റെ മേലെ എന്തോ ഒരു കേസ് ഉണ്ടല്ലോ? അതുണ്ട്. അത് ഈ യൂട്യൂബറെ ഇത് നമ്മുടെ സൈബർ ബുള്ളിങ്ങിനെതിരെ നമ്മൾ പ്രതികരിച്ച ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒരു യൂട്യൂബറെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം. അതെന്തായി? ആ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നമ്മളിപ്പോൾ പ്രതികളായിട്ടുള്ള കേസും അയാൾ പ്രതികളായിട്ടുള്ള കേസും നടക്കുന്നുണ്ട് കോടതിയിൽ. അപ്പോൾ ആലോചിച്ചോ, നമുക്ക് ഒരു മാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായ ആ സമയത്തിൽ ആ മാൻ വന്ന് നിൽക്കും, അപ്പോൾ നമുക്ക് ആ മാൻ ഇല്ലാതെ പോയതാണ് പ്രശ്നം എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനിപ്പോൾ അമ്മ എടുത്തൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ നമുക്ക് അവർ തരുന്ന ക്വസ്റ്റ്യൻസോ വാട്ട് കൈൻഡ് ഓഫ് സാധനങ്ങളമ്മ നമ്മൾ ഇത്രയും നാൾ സർവൈവ് ചെയ്തില്ലേ അമ്മ ജീവിതത്തിൽ? അമ്മ എന്ത് ഏജ് ആയി? ജീവിതത്തിൽ ഇത്രയോ മനുഷ്യരുണ്ട്, എത്രയോ മനുഷ്യർ, പുരുഷന്മാർ സ്ത്രീകളും ഒക്കെ ജീവിതത്തിൽ വന്നു പോയി. പക്ഷെ ഞാൻ ഇന്നും കാണുന്നത് എൻ്റെ അമ്മ ജീവിക്കുന്നത് ഒറ്റയ്ക്കാണെന്ന് തന്നെയാണ്. ആ സർവൈവിങ് തന്നെയാണ് എനിക്ക് പാഠമെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അത് നിങ്ങൾ മാത്രമെന്നല്ല, ഞാൻ ഉൾപ്പെടെ ഉള്ള സ്ത്രീകൾ മനസ്സിലാക്കാൻ, എന്നെപ്പോലുള്ള സ്ത്രീകൾ മനസ്സിലാക്കാനുള്ളത് ആരും വേണ്ട ജീവിതത്തിൽ. ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും, പക്ഷെ നമ്മൾ കിടന്നു പോവും അമ്മ. ശരിയാണ്, നമ്മൾ വീണ് പോവും, നമ്മൾ കിടന്നു പോവും. ആരെങ്കിലും തുണ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുമായിരിക്കും. ചിലപ്പോൾ ഒന്ന് എണീപ്പിക്കാൻ സാധിച്ചാൽ. കാരണം എനിക്ക് മകൻ ഉള്ളത് കൊണ്ട്. എനിക്ക് ആരും ഇല്ലായിരുന്നെങ്കിൽ, എൻ്റെ ഉമ്മ മോനൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ജീവിക്കണ്ട, അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പം ഞാനത് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം എനിക്ക് മോനും എൻ്റെ ഉമ്മയൊക്കെ ഉള്ളത് കൊണ്ട് ആരെങ്കിലും, അതൊരു പുരുഷൻ എന്നുള്ളതിനകത്ത് എനിക്ക് ഒരിതുമില്ല. അത് ചിലപ്പോൾ നമ്മളൊക്കെ ഒരുപാട് മനുഷ്യരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കാം, അത് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കാം. പിന്നെ വിധിയാണ്, നമുക്ക് അറിഞ്ഞൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്.